ഫ്ലേവേഴ്സ് ഫ്രം ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഡിലൻ ഗ്രീൻ ചില്ലി ചിക്കൻ ആണ്. അപ്പോൾ ചേരുവകളൊക്കെ ഇത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ ഒരു 2 കിലോ ഉണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചതാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് വാങ്ങിക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ചധികം മല്ലിയിലയും പുതിനയുടെ ഇലയുമാണ്. പിന്നെ ഒരു 200 ഗ്രാം ഇഞ്ചി. അടുത്തതായി 250 ഗ്രാം നല്ല എരിവുള്ള പച്ചമുളകാണ് വേണ്ടത്. ഇതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബാർബിക്യൂ സോസാണ്. എരിവ് ഇത്ര കൂടുതൽ നമ്മൾ ചേർക്കുന്ന കാരണം അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാർബിക്യൂ സോസ് നമ്മൾ ചേർക്കുന്നത്. ഇത് എളുപ്പത്തിൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയ്ക്ക് വേണ്ടുന്ന ചേരുവകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിനി അറിയാത്തവർക്ക്. പിന്നെ 2 സ്പൂൺ വീതം പെരുംജീരകവും നല്ല ജീരകവും. ഇതൊന്ന് പൊടിച്ചിട്ട് വേണം നമുക്ക് ചേർക്കാൻ. പിന്നെ ആവശ്യമുള്ളത് 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് വീട്ടിൽ അരച്ചെടുത്തത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് അരച്ചെടുക്കാം. അതിലേക്ക് ഞാൻ 1 സ്പൂൺ ബാർബിക്യൂ സോസും കൂടി ചേർത്താണ് അരയ്ക്കുന്നത്. ബാക്കിയുള്ള പച്ചമുളകും നമുക്ക് അരയ്ക്കാനുണ്ട്. അത് കുറച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതവിടെ പച്ചമുളകും ഇഞ്ചിയും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. മിക്സർ തുറക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, നല്ല എരിവുണ്ടാവും. ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഇതേപോലെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനത് അരച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് മതി, അധികം വെള്ളം വേണ്ട. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ജീരകം പൊടിച്ചതും ഗരം മസാലയും ചേർക്കാം. പൊടികളെല്ലാം ഞാൻ ഈ പച്ചമുളക് അരച്ചതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിനയും മല്ലിയിലയും അരച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് എല്ലാ മസാലയും ചിക്കനിൽ പിടിക്കും വിധം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ ചിക്കൻ ബാർബിക്യൂ ചെയ്യുന്ന കാരണം ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഉപ്പിടുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. എരിവ് അധികമായതുകൊണ്ട് ഉപ്പ് കുറച്ച് കൂടുതലിട്ട് കൊടുത്താലാണ് അത് ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനത് ഇവിടെ എല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 4 മണിക്കൂർ മിനിമം വെക്കണം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് മേലെ കൂടെ വെച്ച് കൊടുക്കാം. ഇതൊരു 4 മണിക്കൂർ അല്ലെങ്കിൽ നമ്മൾ തലേദിവസം ഉണ്ടാക്കി അതായത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. 4 മണിക്കൂർ മിനിമം വയ്ക്കുക. അപ്പോൾ ഞങ്ങൾ ഇതിവിടെ അടുത്തൊരു ഫാം ഹൗസ് ഉണ്ട്. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഞങ്ങളത് അവിടെ പോയിട്ട് ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമുക്കൊരു ക്ലിങ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അതിൽ എയറൊന്നും കിടക്കില്ല. അപ്പോൾ ഞാനിത് ക്ലിങ് പേപ്പർ വെച്ച് മൂടിയിട്ട് 4 മണിക്കൂർ എടുത്ത് വയ്ക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഈ 4 മണിക്കൂർ വീട്ടിലുള്ള ക്ഷമയൊന്നുമില്ല. ആ ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചപ്പോൾ വായലൊക്കെ വെള്ളം വന്നതാണ്. പക്ഷേ വെയിറ്റ് ചെയ്യാതെ പറ്റില്ലല്ലോ. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതേ ചിക്കൻ ഇവിടെ നല്ല മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു 6 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫാം ഹൗസിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ എന്നിട്ട് വാഴയിലൊക്കെ ഒന്ന് തീയിലൊന്ന് വാട്ടിയെടുത്തു. എന്നിട്ട് നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് വാഴയിൽ വെച്ച് കൊടുക്കാം. വലിയ ഇലയാണെങ്കിൽ 6 അല്ലെങ്കിൽ 7 പീസൊക്കെ സുഖമായിട്ട് കൊള്ളും. എന്നിട്ട് നമ്മൾ ഇതേപോലെ നന്നായി മടക്കി, എന്നിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ നമ്മളൊരു അലുമിനിയം ഫോയിലും കൂടെ വെച്ചാണ് കെട്ടി വെക്കുന്നത്. ഇതേപോലെയാണ് കെട്ടി വെക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് കെട്ടി വെക്കുക. അപ്പോൾ അതേ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒരു പൊതി കെട്ടി വെച്ചു. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള ഇലയിൽ നമുക്ക് ചിക്കൻ വെച്ച് ഇതേപോലെ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ 3 പൊതി ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അടുപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തീയൊക്കെ വന്നിട്ടുണ്ട്.
നമുക്കിനി ഈ 3 എണ്ണം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ നന്നായി വരുമ്പോൾ നമ്മൾ ഈ പൊതി ഇട്ട് കൊടുക്കുകയാണ്. അലുമിനിയം ഫോയിലുള്ള കാരണം കത്തി പിടിക്കില്ല. ഇനി ഇതൊരു 20 മിനിറ്റ് വെക്കുക. ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് മറിച്ചിടുക. അരമണിക്കൂർ വരെ എടുക്കാറുണ്ട് നന്നായി വെന്ത് വരാൻ. അത് തീയൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തെടുത്തു. തുറക്കണേൻ്റെ വീഡിയോ എടുക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വന്ന് മസാലയുടെയൊക്കെ. അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.